നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയും വയനാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം വലിയ റിസ്ക് ഉള്ള പ്രദേശങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മാറ്റം ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ പ്രകൃതിയിലുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് ദുരന്തങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ദുരന്തങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ടാവണം. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായമുണ്ട്, ചില കാര്യങ്ങളുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം തീരുന്നത് വരെ ഞങ്ങൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല, മറിച്ച് അവർ ചെയ്യുന്ന എല്ലാത്തിലും പങ്കാളിയായിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ഒരു പുതിയ ഒരു ക്രിയാത്മകമായ ഒരു പ്ലാൻ, ലോങ് ടേം പ്ലാനിന് വേണ്ടി നിർദ്ദേശങ്ങൾ വെക്കാനും അത് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. വന്നിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പറയുകയും ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം BJPയുടെ പ്രതിനിധി അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചും മറ്റെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദുരന്തമുഖത്ത് നമ്മളത് പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ദുരന്തമുഖത്തത് പറയാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിൽ ഏകദേശം 400 മേൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ എന്തിനാണ് BJPയുടെ പ്രതിനിധികൾ അവിടെ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത്? എന്തിനാണ് കേരളത്തിലുള്ള, ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് എത്രമാത്രം പരാതി ഉണ്ടെങ്കിലും അഭിലാഷേ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊക്കെ എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എത്രമാത്രം പരാതികൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പോലെയുള്ള പ്രകൃതി ചൂഷണം കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളുടെയും പ്രകൃതി സംരക്ഷണ പ്രവർത്തകരുടെയൊക്കെ ജാഗ്രത, ഒട്ടേറെ പരാതികളുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് മറ്റ് പല ഇടങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം കൈമോശം വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ഒരു ദുരന്ത മുഖത്ത് വെച്ചുകൊണ്ട് എന്തിനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ആ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ആ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട് അന്ന് ആ പാർലമെന്റിൽ നിങ്ങൾ ഈ ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കേണ്ടതായിരുന്നു. ഈ വയനാട് ഞാൻ ഉണ്ടായിരുന്നതാണ്. വയനാട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിന് ശേഷം പിന്നെ കേന്ദ്ര സർക്കാരിനെ അവിടെ കാണാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നെ വരുന്നത് നാളെയാണ്. ഇപ്പൊ നാളെ അദ്ദേഹം വരുമ്പോൾ തന്നെ നോക്കൂ, അവിടുത്തെ രക്ഷാപ്രവർത്തനം ഒരു ദിവസം നിർത്തിവെക്കേണ്ടി വരികയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് ഒരു പ്രകൃതി ദുരന്തത്തിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ കുറേയൊക്കെ പ്രോട്ടോകോളൊക്കെ കുറച്ച് സംരക്ഷണമൊക്കെ കുറച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ കൽപ്പറ്റ ടൗൺ മുതൽ മുഴുവൻ ബാരിക്കേഡ് ചെയ്ത് അവിടെ മുഴുവൻ ഇതായിരിക്കും. ഞാൻ പൂർണ്ണമായൊന്നും അതിനെ വിമർശിക്കുന്നില്ല, പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അവിടെ നോക്കൂ, ഇപ്പൊ പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പാടില്ലേ? 2018 പ്രളയത്തെ കുറിച്ച് പറഞ്ഞു, BJPയുടെ പ്രതിനിധി പറഞ്ഞു, അവിടെ അരിക്ക് കൊടുത്ത പൈസ തിരിച്ച് കേരളത്തിൽ അടയ്ക്കേണ്ടി വന്നു. അവിടെ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന വിട്ടയച്ച ഹെലികോപ്റ്ററിന്റെ പൈസ തിരിച്ചു ചോദിച്ചു. അത് അവസാനം പിന്നീട് കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതും കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആ ചർച്ചയിൽ സ്വരമുയർത്തി, ഞങ്ങളൊക്കെ ഏറ്റവും ഇത് ചെയ്തത്, നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് സംസാരിക്കല്ലേ, നമ്മൾ ഈ ചർച്ചയിൽ സ്വരമുയർത്താതെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നമ്മൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിന് അത് സാധിച്ചില്ല? എന്തുകൊണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MP ആയ തേജസ്വി യാദവിന് ഇന്ത്യയുടെ പാർലമെന്റിൽ അൺകണ്ടീഷണലായിട്ട് കേരളത്തിന് ദുരന്തത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല? പകരം രാഹുൽ ഗാന്ധിയെയും കേരളത്തെയും അപമാനിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിൽ പോകേണ്ടി. അവിടെ ഒരു വലിയ ഒരു എന്താ പറയുക, നമുക്കൊരു വിമർശനമല്ല ഞാൻ പറയാം, നമുക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പുതിയൊരു പ്ലാൻ ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ചർച്ചകളെല്ലാം നമുക്ക് നടത്തണം. അതിനെല്ലാം വലിയ ഒരു പ്രകൃതി സംരക്ഷണം ഏറ്റവും വലിയ അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ വികസന സങ്കല്പങ്ങൾ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. ആ സങ്കല്പത്തിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടില്ല. ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമാവാതെ ഇരിക്കുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിട്ട് നാളെ അദ്ദേഹം അവിടെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാം അപ്പുറത്തു നിന്നുള്ള വലിയൊരു പിന്തുണ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ പോലും അതിനപ്പുറം നിൽക്കുന്ന ഒരു പിന്തുണ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ, ഞാൻ ശുഭാപ്തി വിശ്വാസം തന്നെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്.